നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഞാനതിനു വേണ്ടി ഇവിടെ 1 കിലോ മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടില്ല. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 10-12 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 കിലോ മാങ്ങയ്ക്ക് 100 മുതൽ 125 ml എണ്ണ വരെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം എണ്ണ കൂടുതൽ ഒഴിക്കാത്തത് എണ്ണ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കടുക് പൊട്ടി വരാൻ താമസിക്കും. വെളുത്തുള്ളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ചൂടൊന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഈ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം എരിവേ ഉണ്ടാകുന്നുള്ളൂ. അതിനുശേഷം 1.5 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കടുക്, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യാം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചാണ് വിനാഗിരി ആഡ് ചെയ്യേണ്ടത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഈ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച കായമായതുകൊണ്ട് ആണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പോ മുളകോ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മുളക് പൊടി ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി മാങ്ങയ്ക്ക് പുളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലധികം വിനാഗിരി ഒഴിച്ചിട്ടില്ല. അപ്പോൾ 2 ആഴ്ചയൊക്കെ അത് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഉപ്പെല്ലാം നോക്കി എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അത് കാരണം ഞാനിവിടെ 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് അച്ചാറിനെ മാറ്റാം. അതുപോലെ എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ എപ്പോഴും കുറച്ച് മുകളിൽ തെളിഞ്ഞ് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും അച്ചാറിന്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്